ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്, മസാല ചിക്കൻ കറി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. നേരെ വീഡിയോയ്ക്ക് പോകാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തുടങ്ങാം. മസാല ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനായി 1/2 കിലോ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ തൈര്, ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. 4-5 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. 2 സവാള ചെറുതായി അരിഞ്ഞതാണ് ഇതിലൂടെ ചേർത്തെടുക്കാം. ഇപ്പോൾ സവാളൊക്കെ നന്നായി വഴങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, തക്കാളി നന്നായി വെന്തിട്ടുണ്ട്, അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് മാരിനേറ്റ് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം തീയിൽ 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചാറൊക്കെ നന്നായി കുറുകി അടിപൊളിയായിട്ടുണ്ട്. ഈ സമയം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ മസാല കറി വളരെ അടിപൊളിയായി നല്ല ടേസ്റ്റിൽ തയ്യാറായിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ പറ്റിയ അടിപൊളി ഒരു കറിയാണ്.
അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.